നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ ആരെങ്കിലും എവിടെ നിന്നെങ്കിലും നിയന്ത്രിക്കുന്നുണ്ടോ? അതല്ലെങ്കിൽ നിങ്ങൾ ഫോണിൽ രഹസ്യമായി ചെയ്യുന്ന പല കാര്യങ്ങളും ഈ ഫോണിൽ കിടക്കുന്ന ഏതെങ്കിലും ആപ്ലിക്കേഷൻ ചോർത്തി മറ്റേതെങ്കിലും ഡിവൈസിലേക്ക് പോയിട്ടുണ്ടോ? ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ഫോണിൽ തന്നെ ഒരു സെറ്റിങ്സ് ഉണ്ട്. അതിനോടൊപ്പം തന്നെ അത് ഡിസേബിൾ ചെയ്യാനും കഴിയും. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം കേട്ടോ. കാരണം ഞാൻ ഉപയോഗിക്കുന്ന റിയൽമി 8 എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ്. ഇതിൽ കണ്ടില്ല ഇത്രമാത്രം ആപ്ലിക്കേഷൻ ഈ ഫോണിൽ കിടക്കുന്നുണ്ട്. ഇതിൽ കമ്പനി തരുന്ന ആപ്ലിക്കേഷനോട് അല്ലാതെ കുറേ ആപ്ലിക്കേഷൻ ഞാൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നാം ഫോണിൽ രഹസ്യമായി ചെയ്യുന്ന പല കാര്യങ്ങളും ചോർത്തിയെടുത്ത് ഏതെങ്കിലും സെർവറിലേക്ക് കൊടുക്കുന്നുണ്ടാകും. അല്ലെങ്കിൽ ഏതെങ്കിലും ഡിവൈസിലേക്ക് ഇത് ലോഗിൻ ചെയ്തിട്ടുണ്ടാവും. ഏതെങ്കിലും ഡിവൈസിലേക്ക് ഇത് ആക്സസ് ചെയ്തിട്ടുണ്ടാവും. അതുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഫോണിലെ സെറ്റിങ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള മൊബൈൽ സംബന്ധമായ അറിവുകൾ ലഭിക്കാൻ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ഇവിടെ നിങ്ങളൊന്ന് സെർച്ച് ചെയ്യുക, ഡിവൈസ് അഡ്മിൻ ആപ്പ് നിങ്ങൾ സെർച്ച് ചെയ്യുക. ഇവിടെ ഞാൻ സെർച്ച് ചെയ്തു, ഈ വന്നിരിക്കുന്നു. ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോൾ വെരിഫിക്കേഷൻ ഭാഗമായിട്ട് ഒരു ക്യാപ്ച കോഡ് ഉണ്ട്, നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഈ ക്യാപ്ച നമ്മൾ ടൈപ്പ് ചെയ്തപ്പോൾ ഇവിടെ ഫൈൻഡ് മൈ ഡിവൈസും എക്സ് ഗാലറി എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് വന്നിരിക്കുന്നത്. എക്സ് ഗാലറി എന്ന ആപ്ലിക്കേഷൻ നോട്ട് ആക്ടിവേറ്റഡ് ആണ്. ഇതുപോലെ നിങ്ങളുടെ ഫോണിൽ നോക്കുമ്പോൾ ഇവിടെ ഒരുപാട് ആപ്ലിക്കേഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ, ആക്ടിവേഷനായിട്ട് ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷനാണ് നിങ്ങളുടെ ഫോണിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചോർത്തി കൊടുക്കുന്നത്. അപ്പോൾ അത്തരം ആപ്ലിക്കേഷനുകളെ കയ്യോടെ തന്നെ നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്യുക. ഇവിടെ ഫൈൻഡ് മൈ ഡിവൈസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇവിടെ ആക്ടിവേഷനാണ് കാണിക്കുന്നത്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ആപ്ലിക്കേഷൻ നമുക്ക് ഉപകാരപ്രദമായ ഒരു കാര്യം, കാരണം ഫോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് മെയിൽ ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഡാറ്റകളെല്ലാം നശിപ്പിക്കാനും നമുക്ക് മറ്റൊരു ഡിവൈസിൽ നിന്നുകൊണ്ട് കഴിയും. അതിന് ഈ ആപ്ലിക്കേഷൻ ആക്ടിവേഷൻ ആയിരിക്കണം. ഈ സ്ഥാനത്ത് മറ്റേതെങ്കിലും ആപ്ലിക്കേഷൻ ആക്ടിവേഷൻ ആണെങ്കിൽ കയ്യോടെ തന്നെ നിങ്ങൾ ഇവിടെ അൺഇൻസ്റ്റാൾ ചെയ്യുക. ഇവിടെ ഞാൻ എക്സ് ഗാലറി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നോട്ട് ആക്ടിവേഷൻ ആണ്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഡിലീറ്റ് ചെയ്യാത്തത്. ഇത് ഫോൺ ഉപയോഗിക്കുന്നവർക്ക് വളരെ വളരെ ഉപകാരപ്രദമാവുന്ന ഒരു സെറ്റിങ്സ് ആട്ടോ. കാരണം നമ്മുടെ ഫോൺ മറ്റാരെങ്കിലും നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ചില ആപ്ലിക്കേഷൻ തന്നെയാണ് ഇതിന് കാരണം. സ്പൈ ആപ്പുകളൊക്കെ നമ്മുടെ ഫോണിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കും, ഡിവൈസ് അഡ്മിൻ ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അങ്ങ് അൺഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എത്രമാത്രം ഉപകാരപ്രദമായി താഴെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. വീഡിയോക്ക് ഒരു ലൈക്ക് കൂടി കൊടുത്തേക്കും. മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കേട്ടോ. വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം മറ്റൊരു വീഡിയോയിൽ.